സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ അവസാന ഘട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൽ ബോണ്ട് തിയറി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞപ്പോൾ ഓപ്ഷൻ മാറിപ്പോയി. ഞാൻ സ്കിന്നർ എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കും. അതിൻ്റെ ആൻസർ വരുന്നത് തൊണ്ടേക്കാണ്. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിസ്റ്റേക്ക് പറ്റിയത് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ബോണ്ട് തിയറി എന്ന് പറയുന്നത് സ്കിന്നറല്ല, തോണ്ടേക്കാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബോണ്ട് തോണ്ടേക്ക്. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പഠിതാക്കൾ വ്യക്തിവ്യത്യാസം പുലർത്തുന്നവരാണ്, ആയതിനാൽ ടീച്ചർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? പഠിതാക്കൾ വ്യക്തിവ്യത്യാസം പുലർത്തുന്നവരാണ്, ആയതിനാൽ ടീച്ചർ എന്ത് ചെയ്യണം? ഓപ്ഷൻ നോക്കിയേ. ക്ലാസ്സിൽ പരിപൂർണ്ണ അച്ചടക്കം ഉറപ്പാക്കണം, വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം, മാസം തോറും നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം, അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാൻ ധാരാളം പ്രവർത്തനങ്ങൾ നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ള 4 ഓപ്ഷനാണ്. അപ്പോൾ പഠിതാക്കൾ വ്യക്തിവ്യത്യാസം പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ ടീച്ചർ ഏത് രീതിയിലുള്ള കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വ്യക്തിവ്യത്യാസം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ പഠനത്തിൽ കുറച്ച് പുറകോട്ടുള്ളവരുണ്ടാവും, മറ്റൊന്നും കഴിവുള്ള കുട്ടികളുണ്ടാവും അല്ലേ. ഒരു തവണ പറയുമ്പോൾ തന്നെ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന കുട്ടികളുണ്ടാവും, ഒന്നുമില്ല അധികം തവണ പറയേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അഥവാ വ്യക്തിവ്യത്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ക്ലാസ്സിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക്. ഒന്നാമത് നോക്കിയാൽ ക്ലാസ്സിൽ പരിപൂർണ്ണ അച്ചടക്കം ഉറപ്പാക്കണം, വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം, മാസം തോറും നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം, അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാൻ ധാരാളം പ്രവർത്തനങ്ങൾ നൽകണം. ഇതിലെ ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? സംശയങ്ങളൊന്നും വേണ്ട. കാരണം ക്ലാസ്സിൽ പരിപൂർണ്ണ അച്ചടക്കം ഉറപ്പാക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് വ്യക്തിവ്യത്യാസം പുലർത്തുന്ന അല്ലെങ്കിൽ വിവിധ കഴിവുകളൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്, പരിപൂർണ്ണത എന്നുള്ളതല്ല. പക്ഷേ അടുത്ത് നോക്കിയാൽ വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം, അത് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ടൈപ്പാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന രീതികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്കിവിടെ പറയാൻ പറ്റും. ബാക്കി നോക്കിയാൽ മാസം തോറും നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. വീട്ടിൽ വെച്ച് ചെയ്യാൻ ധാരാളം പ്രവർത്തനങ്ങൾ നൽകണം, അതും അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് വ്യക്തി വ്യത്യാസം പുലർത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെങ്കിൽ ജസ്റ്റ് ആ സമയത്ത് ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ വന്നേക്കാം. COVID-19 പശ്ചാത്തലത്തിൽ ഗുണമേന്മയുള്ള പഠനം സാധ്യമാക്കുന്നതിനും പഠന പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പദ്ധതിയുടെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരുപാട് പദ്ധതികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓരോന്നും മൈന്യൂട്ട് പോയിന്റ്സ് വരെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. COVID-19 പശ്ചാത്തലത്തിൽ തന്നെ ഗുണമേന്മയുള്ള പഠനം സാധ്യമാക്കുന്നതിനും പഠന പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ് പറയാൻ പറ്റും? ഓപ്ഷൻ നോക്കിയേ. തേൻകൂട്, ഗണനിപ്രഭ, ജ്യോതിർമയി, പിന്നെയോ ചങ്ങാതി. തേൻകൂട്, ഗണനിപ്രഭ, ജ്യോതിർമയി, ചങ്ങാതി. അപ്പോൾ ഈ 4 ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജ്യോതിർമയി അല്ല. ആൻസർ ഓപ്ഷൻ എ തേൻകൂട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, തേൻകൂട് നോട്ട് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ അറിയുന്നതിനായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എല്ലാ ക്വസ്റ്റനും കൃത്യമായിട്ട് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. അങ്ങനെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ. അപ്പോൾ അത് ലാസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ക്ലിയർ. ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യത ഉള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത, വ്യതിരിക്ത ചിന്ത, പിന്നെയോ ആശയസ്പഷ്ടത, പുതുമ, നവീന ചിന്ത, പിന്നെയോ ഏകമുഖ ചിന്ത എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻ തന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചുവടെ കൊടുത്തിരിക്കുന്നത് സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ, അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ വേഗത, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ശരിയാണ്, ഇത് കറക്റ്റാണല്ലോ വിചാരിച്ച് നമ്മൾ നേരെ പോയി ബബിൾ ചെയ്യും.
ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്. കാരണം സർഗാത്മകത ഉള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളതാണ്. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ എന്താണ് ഏറ്റവും കുറവ് എന്നുള്ള കുറവ് നമ്മൾ ശ്രദ്ധിക്കില്ല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ ഇത് വായിച്ച് വേഗം ഒരു ആൻസറിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഏതെന്നാണ്, നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏതാണ് വരിക. വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത, ഇതൊക്കെ എന്താണ് ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾ, സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയായി വരുന്നതാണ് അല്ലേ. വ്യതിരിക്ത ചിന്ത എന്ന് വെച്ചാൽ എന്താണ്, ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. അല്ലേ, നമ്മൾ ഡൈവേർജൻ്റ് ആയിട്ട് നമ്മൾ തിങ്കിങ് പല വഴി നമ്മൾ ചിന്തിക്കാറുണ്ട്. നെക്സ്റ്റ് ആശയസ്പഷ്ടത, പുതുമ, നവീന ചിന്ത, ഇതൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള ഘടകമാണ് അല്ലേ, സവിശേഷതയാണ്. പിന്നെ നോക്കിയാൽ ഏകമുഖ ചിന്ത, എന്താണ് ഏകമുഖ ചിന്ത, ഒരു പോയിന്റിലേക്ക് മാത്രം അല്ലേ, ഏകമുഖ ചിന്ത. അപ്പോൾ ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ, ഏകമുഖ ചിന്തയാണ്. അപ്പം ചോദ്യം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസറെല്ലാം തെറ്റിപ്പോകും. അതുകൊണ്ട് ഒന്നിലധികം തവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, സമൻ്റെ മാനസിക വയസ്സും കാലിക വയസ്സും 12 വീതമാണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ മാനസിക വയസ്സും കാലിക വയസ്സും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഐക്യവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ സമൻ്റെ എന്താണ് സമനാണ്. സമൻ്റെ മാനസിക വയസ്സും കാലിക വയസ്സും 12 വീതമാണെന്ന് പറഞ്ഞു. മാനസിക വയസ്സ് വെച്ചാൽ നിങ്ങൾ പഠിച്ചു തന്നെയാണ് മെൻ്റൽ ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്, മെൻ്റൽ ഏജ് ആണ്. കാലിക വയസ്സ് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ്, നോർമലി നമ്മുടെ വയസ്സ് എത്രയാണോ അതാണ് കാലിക വയസ്സ് അഥവാ ക്രോണോളജിക്കൽ ഏജ്. ഇവിടെ രണ്ടും തുല്യമാണ് അല്ലെങ്കിൽ 12 വീതമാണെന്ന് വെച്ചാൽ രണ്ടും തുല്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത് നോക്കാം. സമന് അതീവ ബുദ്ധി സാമർഥ്യം ഉണ്ട്. 2, സമന് വളരെ കുറഞ്ഞ ബുദ്ധി സാമർഥ്യമാണ് ഉള്ളത്. 3, സമൻ്റെ ബുദ്ധിമാനം 120 ആണ്. പിന്നെയോ സമൻ്റെ ബുദ്ധിമാനം 100 ആണ്. ബുദ്ധിമാനം മീൻസ് IQ, ഇൻ്റലിജൻസ് ക്വോഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താണ് പറയാൻ പറ്റുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ, IQ കാണാനുള്ള ആ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കുക. IQ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻ്റലിജൻസ് ക്വോഷ്യൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിമാനം ഈക്വൽ ടു, എങ്ങനെയാണ് ഫോർമുല നമ്മൾ പഠിച്ചത്, മെൻ്റൽ ഏജ് അല്ലേ, മാനസിക വയസ്സിനെ ക്രോണോളജിക്കൽ ഏജ് കാലിക വയസ്സ് കൊണ്ട് ഹരിച്ചതിന് ശേഷം കിട്ടുന്നതിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ എന്താണോ കിട്ടുന്നത് അതാണ് ഒരാളുടെ IQ. ക്ലിയർ. അപ്പോൾ മെൻ്റൽ ഏജ് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇതിലുള്ള തന്നെയാണ് മാനസിക വയസ്സാണ്, അതാണ് മെൻ്റൽ ഏജ് അഥവാ MA. കാലിക വയസ്സാണ് ക്രോണോളജിക്കൽ ഏജ് അഥവാ CA. ക്രോണോളജിക്കൽ മീൻസ് നമ്മുടെ സാധാരണ കാലിക വയസ്സ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ടിനും അങ്ങോട്ട് എഴുതി ഈ സമവാക്യത്തിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ രണ്ടും 12 വീതമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ആവുന്നില്ല. ചില ക്വസ്റ്റിനും എന്താണ് മെൻ്റൽ ഏജ് വേറെയും കാലിക ഏജ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് വേറെയൊക്കെ തരും. എന്തോ ആവട്ടെ, എത്രയാണോ തരുന്നത് അത് ഈ സമവാക്യത്തിൽ കൊടുക്കുക, ഇക്വേഷനിൽ കൊടുക്കുക. മെൻ്റൽ ഏജ് എന്ന് വെച്ചാൽ 2 ഇവിടെ 12 ആയതുകൊണ്ട് 12 വീതമായതുകൊണ്ട് മെൻ്റൽ ഏജും 12 ആണ്. കാലിക വയസ്സ് ക്രോണോളജിക്കലും എന്ത് തന്നെയാണ്, ക്രോണോളജിക്കൽ ഏജും എന്ത് തന്നെയാണ് 12 തന്നെയാണ്. അപ്പോൾ രണ്ടും 12 വീതമായിട്ട് കൊടുക്കുക, എന്നിട്ട് അതിന് 100 കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. അപ്പോൾ 2 12 എന്നാൽ 12/12 നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ച് നമുക്ക് ഉത്തരം 1 ആണ് കിട്ടുക. അപ്പോൾ 1 ആണ് വരിക. 1 ഗുണിക്കണം ഇവിടെ 100 ആണ് വരിക. അപ്പോൾ 1 ഗുണിക്കണം 100 വെച്ചാൽ 100 ആണ് ആൻസർ അല്ലേ. എപ്പോഴും മനസ്സിലാക്കുക, മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തുല്യമായി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം രണ്ടും കട്ട് ചെയ്ത് പോയി 1 ആവും. അപ്പോൾ 1 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 അഥവാ 100 തന്നെ വരിക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് ഇവിടുന്ന് പറയാം, എന്താണ് സമൻ്റെ ബുദ്ധിമാനം 100 ആണ്. അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സമൻ്റെ ബുദ്ധിമാനം 100, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സമൻ്റെ ബുദ്ധിമാനം 100 ആണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമാണെങ്കിൽ അവിടുത്തെ ബുദ്ധിമാനം അഥവാ IQ 100 ആയിരിക്കും ഉണ്ടാവുക. അടുത്ത നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം, വാചിക ബന്ധന പഠനം അഥവാ വേർബൽ അസോസിയേഷൻ ഓഫ് ലേണിംഗ് ചുവടെ കൊടുത്ത ഏത് പ്രത്യേക ശ്രേണിയുമായി ബന്ധപ്പെട്ടതാണ്? വാചിക ബന്ധന പഠനം അഥവാ വേർബൽ അസോസിയേഷൻ ഓഫ് ലേണിംഗ് ഏത് പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദ്യം അല്ലെ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, പഠന ശ്രേണി. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, ഓപ്ഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓപ്ഷൻ നോക്കിയേ, ബ്ലൂമിൻ്റെ ടാക്സോണമി, കണ്ടെത്തൽ പഠനം, ഓക്കെ ഡിസ്കവറി ലേണിംഗ് ആണ്, മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അല്ലേ, പിന്നെയോ ഗാഗ്നയുടെ പഠന രൂപങ്ങൾ. അപ്പോൾ ഇതിലേതാ വരിക, വേർബൽ അസോസിയേഷൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെയിനിങ്, വേർബൽ അസോസിയേഷൻ അല്ലെ, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഞാൻ പെട്ടെന്ന് പറയുന്നുണ്ട്. ഗാഗ്നയുടെ പഠന രൂപങ്ങളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഗാഗ്നയൊക്കെ പഠിക്കാത്തവർ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, ഗാഗ്നയുടെ പഠന രൂപങ്ങൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് 6ാമത്തെ ചോദ്യം, ഇത് കിട്ടുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നോക്കാം. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏത്? അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിലാണ് പറയുന്നത്. എന്താണ്? 1, ഞാൻ കരഞ്ഞാൽ അമ്മ എന്തായാലും വരും. ഓക്കെ. 2, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും, സൗണ്ട് വരും. അപ്പോൾ എന്തെങ്കിലുമുള്ള കാര്യകാരണങ്ങൾ, ഓക്കെ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, കാര്യകാരണമാണ്. അതുപോലെ തന്നെ നിലത്തിട്ടാൽ അത് പൊട്ടും, സൗണ്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം. മൂർത്ത മനോവ്യാപാര ഘട്ടം,
കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്താണ്? ഔപചാരിക ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലേ. പിന്നെ സംവേദക ചാലക ഘട്ടം. ഓക്കെ, സെൻസറി മോട്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഏത് സ്റ്റേജ് അല്ലെങ്കിൽ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. അപ്പോൾ ഏതാണ് വരിക? കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോൺക്രീറ്റ് ഓപ്പറേഷനാണോ, പ്രീ ഓപ്പറേഷനിലാണോ, അല്ല ഫോമലാണോ, അല്ല അതും അല്ലെങ്കിൽ എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജാണോ, ഏതിലാണ് ഉൾപ്പെടുക? ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. സംവേദക ചാലക ഘട്ടമാണ് കേട്ടോ. സംവേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെൻസറി മോട്ടോർസാണ്. സെൻസറി അല്ലേ, ഞാൻ പറഞ്ഞാൽ അമ്മ വരും. അതൊക്കെ കുട്ടി അങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരിക. അടുത്തത് 7ാമത്തെ ചോദ്യം. ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? അല്ല, ഡിഫൻസ് മെക്കാനിസമാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസമാണ്. നോക്കിയേ, അനുപൂരണം, യുക്തീകരണം, ദമനം, ഉദാത്തീകരണം. അനുപൂരണം, യുക്തീകരണം, ദമനം, ഉദാത്തീകരണം. അപ്പോൾ ഈ 4എണ്ണത്തിൽ ഈ പറഞ്ഞതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുക. ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചോദ്യങ്ങൾ ഭൂരിഭാഗവും സിലബസിന് പുറത്ത്, ഔട്ട് ഓഫ് സിലബസ് അല്ലേ, പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അവൻ എന്താണ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജ്യോതിഷ് കൃത്യമായി പഠിച്ചിട്ട് പോയതാണെങ്കിൽ ഉറപ്പായിട്ട് അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ പഠിക്കാതെ പോയി. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അതിൽ പറഞ്ഞ ഒരു കാരണം, അതിനുണ്ടാക്കിയ ഒരു കാരണമാണ്. അല്ലെങ്കിൽ അവരെ ഒരു കാര്യം എന്താണ് പറയുന്നത്? എല്ലാ ചോദ്യങ്ങളും, കൂടുതൽ ചോദ്യങ്ങളും സിലബസിന് പുറത്തുനിന്ന് വന്നാണ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്നാണ് പറഞ്ഞത്. അതൊരു കാരണം ഉണ്ടാക്കുവാണ്. പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ, പക്ഷേ എന്താണ് ഒരു കാരണം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പ്രൊജക്ഷനായിട്ട് തോന്നും. പക്ഷേ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് കുറ്റം അടിച്ചേൽപ്പിക്കുന്നതാണ് അല്ലേ. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നില്ല, കാരണം മാത്സ് ടീച്ചർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണെങ്കിൽ അത് പ്രൊജക്ഷനാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവൻ അതിനൊരു കാരണം കണ്ടെത്തുവാണ്. അപ്പോൾ ആൻസർ വരുന്നത് യുക്തീകരണമാണ് കേട്ടോ. യുക്തീകരണമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. യുക്തീകരണം എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്തത്, ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേര്. തിങ്കിങ് അബൌട്ട് ഓൺ തിങ്കിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെന്താണ് പറയാൻ പറ്റുക? ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. ഇതിന് മുന്നേ വന്നതാണ്. LPP എക്സാമിനും കേട്ടറ്റിന് പിന്നെ വരാറുണ്ട്. മറ്റേ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേര് എന്താണെന്നാണ് കിട്ടിയിട്ടുണ്ടാവും. കൊഗ്നിഷൻ, ഡുവൽ കൊഗ്നിഷൻ, മെഗാ കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ. 4 ഓപ്ഷൻസാണ് ഉള്ളത്. കൊഗ്നിഷൻ, ഡുവൽ കൊഗ്നിഷൻ, മെഗാ കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ആൻസറായിട്ട് പറയാൻ പറ്റുക? ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ ഒരു സംശയം വേണ്ട, ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാ കൊഗ്നിഷൻ ആണ് കേട്ടോ. മെറ്റാ കൊഗ്നിഷൻ. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മെറ്റാ കൊഗ്നിഷൻ എന്നാൽ ചിന്തയെക്കുറിച്ചുള്ള ചിന്തയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ 9ാമത്തെ ചോദ്യമാണ്. നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതു തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം. ഹ്രസ്വ ഉത്തര ചോദ്യങ്ങൾ അഥവാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ദീർഘോത്തര ചോദ്യങ്ങൾ അഥവാ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ബഹുവികൽപ്പ മാതൃകാ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ. അപ്പോൾ ഒരാളുടെ ആഴത്തിലുള്ള പഠനത്തെയും ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണെന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. നമ്മളെന്താ വിചാരിക്കുക, ദീർഘോത്തര ചോദ്യം എസ്സേ ടൈപ്പാണ് അല്ലേ. അപ്പോൾ എസ്സേ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ, ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നൊക്കെയുള്ള ധാരണ നമുക്ക് വരും. പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ല. ആൻസർ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇടുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കൃത്യമായി നമ്മളെ കാര്യങ്ങളൊക്കെ അളക്കാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊണ്ടാണ്. എത്രത്തോളം ആഴത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ ബഹുവികല്പം അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ? അപ്പോൾ ആൻസർ കിട്ടി, മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്നുള്ള മനസ്സിലായി. അടുത്തത് 10ാമത്തെ ചോദ്യം. ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോസ്കിയൻ സമീപനത്തെ പറയുന്ന പേര് എന്താണ്? ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോസ്കിയൻ സമീപനത്തെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ. വ്യവഹാര സമീപനം, സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം, മാനവികതാ സമീപനം, പാരിസ്ഥിതിക സമീപനം.
വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. കാരണം ഇവിടെ ഒരാളെ പേര് പറയുന്നുണ്ട് വൈഗോസ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടണം. കാരണം വൈഗോസ്കി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് അല്ലേ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദിയാണ് ശരിക്ക് പിന്നെ വൈഗോസ്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട. ആൻസർ വരുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനമാണ്. ക്ലിയർ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ് അപ്പോൾ വൈഗോസ്കി ഫോളോ ചെയ്തത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് 11ാമത്തെ ചോദ്യം. പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഓപ്ഷൻ നോക്കാം. അവ ജ്ഞാനേതര ഘടകങ്ങളാണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. അല്ലെങ്കിൽ കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. പിന്നെ എന്താണ് ഓപ്ഷൻ ഡി? പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടി ചേർക്കുന്നതാണ് സംസ്ഥാപനം എന്നിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് ഏതാണ് പറയാൻ പറ്റുക? പുതിയ അറിവ് പിന്നെ അവ ജ്ഞാനേതര ഘടകങ്ങളാണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. അതുപോലെ പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടി ചേർക്കുന്നതാണ് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം എന്നുള്ളത് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം എന്നാണ് പറഞ്ഞത്. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ ലഘു പരീക്ഷണങ്ങൾ അല്ലെ ഗവേഷണങ്ങൾ, ഇതൊക്കെ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യമെന്ന് ചോദിച്ചു. നോക്കാം. പ്രതിഭാധനരായ കുട്ടികൾക്ക്, പഠന പിന്നോക്കക്കാർക്ക്, പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്. അപ്പോൾ ഈ പ്രത്യേകമായിട്ടുള്ള അസൈൻമെൻറ്റുകളും സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ, ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക? പഠന പിന്നോക്കക്കാർക്ക് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ അല്ലേ. അവർക്ക് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അഡീഷണലായിട്ട് അവർക്ക് നമുക്ക് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കായിട്ട് നമുക്ക് അത്രത്തോളം ഗവേഷണം ചെയ്യാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളോ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് കിടക്കാൻ പറ്റില്ല. ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഉയർന്ന ക്ലാസ്സിലായി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും നമുക്കത് കൊടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരിക പ്രതിഭാധനരായ കുട്ടികൾക്കാണ് കേട്ടോ. പ്രതിഭാധനരായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ, ഈ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രതിഭാധനരായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി ആവിഷ്കരിച്ച പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ആവിഷ്കരിച്ച പദ്ധതി ഈ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. നോക്കാം. സംയോജിത വിദ്യാഭ്യാസം അഥവാ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികൾക്കുള്ള സൗജന്യ പാഠപുസ്തക വിതരണ പദ്ധതി, പിന്നെയോ സൈക്കോ സോഷ്യൽ സർവീസ്, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ. ഇതിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് കൗമാരക്കാരായ പെൺകുട്ടികൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ആൻസർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട. ആൻസർ ഓപ്ഷൻ സി സൈക്കോ സോഷ്യൽ സർവീസ് ആണ് കേട്ടോ. ഒരു തവണ ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സൈക്കോ സോഷ്യൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സൈക്കോ സോഷ്യൽ സർവീസ്. അത് തിരിച്ചും മറിച്ചും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. മറിയ മോണ്ടിസോറി എന്ന പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തക ചരിത്രത്തിൽ സ്ഥാനം നേടിയത് താഴെ പറയുന്നവയിൽ ഏത് കാര്യത്തിലാണ്? മറിയ മോണ്ടിസോറിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ പ്രവർത്തക ചരിത്രത്തിൽ സ്ഥാനം നേടിയത് ഏത് കാര്യത്തിലാണ് ഈ പറയുന്നവയിൽ? നോക്കാം. ശിശു വിദ്യാഭ്യാസം തീരദേശ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചു. കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കോപ്പുകൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി. ശാരീരിക പരിമിതികളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രൂപരേഖയുണ്ടാക്കി. അതുപോലെ തന്നെ കളികളിലൂടെയുള്ള പഠനം രൂപപ്പെടുത്തി. ഈ 4 ഓപ്ഷനിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? മറിയ മോണ്ടിസോറി എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവർ ഫേമസ് ആയത് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടിയത് ഏത് പ്രവർത്തനങ്ങളിലൂടെയാണ്? എല്ലാവർക്കും അറിയുന്നതിനാണ്. അതുകൊണ്ട് നമുക്ക് അധികം സമയത്തിനൊന്നും ആവശ്യമുണ്ടാവില്ല. കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആൻസർ ഒരു സംശയം വേണ്ട. ഓപ്ഷൻ സി അല്ല. ഏതാണ് വരിക? കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കോപ്പുകൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കോപ്പുകൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അങ്ങനെ നമ്മൾ പോകുന്നു 15ാമത്തെ ചോദ്യം. നോക്കാം. സംവേദന സ്മരണ അഥവാ സെൻസറി മെമ്മറി താഴെ പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചത്. സംവേദന സ്മരണ അഥവാ സെൻസറി മെമ്മറി, നമ്മൾ മെമ്മറിയെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ ചെയ്തതാണ്. അപ്പോൾ സംവേദന സ്മരണ അഥവാ സെൻസറി മെമ്മറി പറയുന്നവർ ഏതാണ്? പദങ്ങളും അവയുടെ അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട സ്മരണ. ഓപ്ഷൻ ബി കാണുക, കേൾക്കുക തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ ഓർമ്മയിൽ കുറച്ചു നേരം തങ്ങി നിൽക്കുന്നു. അതാണ് സംവേദന സ്മരണ എന്നാണ് പറയുന്നത്. പിന്നെയോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും മറ്റും ക്രമം പാലിക്കുന്നത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. പിന്നെയോ മേൽ പറഞ്ഞ ഏതും അല്ല.
അപ്പോൾ ഇതിൽ സെൻസറി മെമ്മറി കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻസറി മെമ്മറി അഥവാ സംവേദന സ്മരണ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സംവേദന സ്മരണ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിലാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ? ഒരു മിനിറ്റ്, ചെറിയൊരു പ്രശ്നം. ഓക്കെ, നോക്കാം നമുക്ക് ഏതാണ് വരിക. സംവേദന സ്മരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംവേദന സെൻസറിയാണ്, സെൻസേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു സംശയം വേണ്ട. എന്താണ്? കാണുക, കേൾക്കുക തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ ഓർമ്മയിൽ കുറച്ചു നേരം തങ്ങി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് കുറച്ച് സമയത്തേക്ക്. അത്തരത്തിലുള്ള ഓർമ്മകളെയാണ് സെൻസറി മെമ്മറിയൊക്കെ പറയുക. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് അത് മാഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മുടെ ഓർമ്മയിൽ നിന്നും പോയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ദൃശ്യം, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ട് ദൃശ്യം, ചില സിനിമയൊക്കെ കണ്ട അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നേരത്തെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ കണ്ടാലൊക്കെ ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത് സെൻസറി മെമ്മറി. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ലേറ്റായി പോയി, കുറച്ച് തിരക്ക് എത്താൻ ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് ബാക്കി പിന്നെ കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം. ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവണം, എന്നാലും നമുക്ക് കൃത്യമായിട്ട് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റൻസൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇന്നലെ ചെയ്ത വീഡിയോയിൽ കുറച്ചധികം കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ആൾക്കാർ ലൈവായിട്ട് ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, വ്യൂസ് നോക്കിയിട്ട് കാര്യമില്ല. വ്യൂസ് ഇപ്പോൾ 10,000-ൻ്റെ മുകളിലൊക്കെ ആളുകൾ കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റ് വരുന്നത് ഒരു 100-200-നുള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുവാണ് ഞാൻ. നമുക്ക് എത്രത്തോളം നിങ്ങൾ ആളുകൾ എൻഗേജ് ആയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അതുപോലെ പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പഠിക്കട്ടെ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം. പിന്നെ കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ കേട്ട് പഠിക്കാൻ പറ്റും. ഇനി അങ്ങനെയുള്ള PDF ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതാ ഇപ്പോൾ അടുത്ത പേജിൽ കാണുന്ന രീതിയിലുള്ള ഓപ്ഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് PDF ആയിട്ട് കാര്യം പർച്ചേസ് ചെയ്യാം. അത് പെയ്ഡാണ്. വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് പെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.